അപ്പോൾ അത് മുതിരക്കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുതിര കഴുകി അതിലേക്ക് മുതിരയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയൊരു തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണ്. നമ്മുടെ മുതിരക്കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും കപ്പൽമുളകും പിന്നെ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി വഴറ്റിയിടണം. അപ്പം കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും കപ്പൽമുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പൽമുളക് അതൊക്കെ വറുത്തിട്ടു, കടുകും വെളുത്തുള്ളിയും വറുത്തിട്ടു. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, മുതിരയിൽ ഉപ്പിട്ടതാണ് കേട്ടോ, കറിയിൽ ഉപ്പിട്ടതാണ് നേരത്തെ പറയാൻ വിട്ടതാണേ.